അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സുന്നത്ത് ജമാഅത്ത് ആദർശ കോഴ്സിൽ നാം ചർച്ച ചെയ്തിരുന്നത് സുന്നികളും വഹാബികളും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊന്നായ മഹാന്മാരുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ എന്താണ് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ന വിഷയം നാം സമർത്ഥിക്കുകയും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ വസ്ത്രം മഹാനായ അവിടുത്തെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് തന്നെ ബറക്കത്തിനെ നാം സമർത്ഥിച്ചു. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഷഅർ മുബാറക്ക് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് കൊണ്ട് ബറക്കത്തെടുക്കുകയും അത് മുക്കിയ വെള്ളം കൊണ്ട് രോഗശമനം പ്രതീക്ഷിക്കുകയും ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും അതേ ഷഅർ മുബാറക്ക് കൊണ്ട് യുദ്ധം ജയിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടുത്തെ തലപ്പാവിൽ ഷഅർ മുബാറക്ക് കൊണ്ടു നടന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമെല്ലാം നാം പരാമർശിച്ചു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും എല്ലാം അവരുടെ പാരത്രികമായ വിജയത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് സ്വന്തം കഫംപുടവയിലും നാവിൻ്റെ ചുവട്ടിലുമെല്ലാം വെക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ നാം വിവരിക്കുകയുണ്ടായി. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് സ്പർശിച്ചിരുന്ന അവിടുന്ന് ധരിച്ച വസ്ത്രം, ആ വസ്ത്രം കൊണ്ട് ബറക്കത്തെടുത്തിരുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സ്പർശിച്ച അവിടുന്ന് നിസ്കരിച്ച സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നൊന്ന് നിസ്കരിച്ചു തരുമോ എന്ന് ആവശ്യപ്പെടുന്ന ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ഞാൻ താങ്കൾക്ക് എവിടെയാണ് നിസ്കരിച്ചു തരേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ച സംഭവവും നാം സവിസ്തരം പറയുകയും പഠിക്കുകയും ചെയ്തു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ആരെങ്കിലും ബറക്കത്തെടുക്കാൻ വേണ്ടി മഹാന്മാരോട് ആവശ്യപ്പെട്ടാൽ അവർ ആ ആവശ്യം സ്വീകരിക്കലും അത് അംഗീകരിക്കലും മഹാന്മാരുടെ ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്ന മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാ ഉദ്ധരണികൾ നാം പഠിക്കുകയും അറിയുകയും ചെയ്തു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംഭവങ്ങളുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തളിക കൊണ്ട്, വെള്ളം കുടിച്ച പാനപാത്രം കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുത്ത ശേഷിച്ച വെള്ളം കൊണ്ട്, ഇതുകൊണ്ടെല്ലാം ബറക്കത്തെടുത്ത സ്വഹാബിമാരെ കുറിച്ച് അവരുടെ ചരിത്രം മഹാന്മാരായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നിന്ന് തന്നെ നാം ഉദ്ധരിക്കുകയും ചെയ്തു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സ്പർശിച്ചവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന സ്വഹാബിമാരുടെ ചരിത്രം നാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വയറിൽ ചെറിയ പ്രായത്തിൽ ചുംബിക്കുന്നത് കണ്ടുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ചുംബിക്കാൻ വേണ്ടി ആഗ്രഹിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീർഘകാലം സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ കൈ ചുംബിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, മാത്രമല്ല തൻ്റെ കൈ ചുംബിക്കാൻ വേണ്ടി വരുന്ന സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന് അത്തർ പുരട്ടിക്കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ കൈ ചുംബിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്ന സംഭവങ്ങളെല്ലാം
നാം വിശദീകരിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബയോദിയ മിമ്പർ കൊണ്ട് ബറക്കത്തെടുക്കുന്ന അത്താ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നിരന്തരം പാരായണം ചെയ്യുന്ന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ നാവ് ചുംബിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമെല്ലാം നാം സവിസ്തരം വിശദീകരിച്ചു. എല്ലാത്തിലുമുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടുകൾ സ്പർശിച്ച ഹജറുൽ അസ്വദിനെ മുത്താൻ വേണ്ടി നമ്മോട് നിർദ്ദേശിക്കുന്ന തബറുക്ക് വിരോധികൾ തന്നെ അംഗീകരിക്കുന്ന ഹാഫിളു ദഹബിയുടെ ഉദ്ധരണികൾ, ആ കല്ലുകൾ ചുംബിക്കാൻ അവസരം ലഭിക്കാത്തവർ ഹജ്ജ് ചെയ്ത് ഹജറുൽ അസ്വദിനെ മുത്തി തിരിച്ചു വരുന്നവരുടെ ചുണ്ടിനെ ചുംബിച്ചുകൊണ്ടെങ്കിലും ബറക്കത്തെടുക്കണമെന്ന് ദഹബി പറയുന്നതും നാം വിശദീകരിച്ചു. ഇങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതുകൊണ്ടെല്ലാം ബറക്കത്തെടുത്ത ധാരാളം സംഭവങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാന്മാർ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുകയും അതിനെ ആദരിക്കുകയും അത് ബറക്കത്തെടുത്തുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയും നമുക്ക് മാതൃകകളായി നിലനിൽക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാവുകയാണ്. അതുപോലെ വഹാബികളിലെ ചിലർ ഉന്നയിക്കുന്ന അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ അതനുവദനീയവും അതേസമയം അമ്പിയാക്കളല്ലാത്ത മഹാന്മാരുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ ശിർക്കുമാണെന്ന, അതല്ലെങ്കിൽ ശിർക്കിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന അവരുടെ വാദം, അതിനെ നാം സവിസ്തരം വിശദീകരിക്കുകയും മഹാന്മാരായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഉസ്താദായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം കൊണ്ട് ബറക്കത്തെടുത്ത സംഭവങ്ങൾ നാം വിശദീകരിച്ചു. ഇതെല്ലാം ഉദ്ധരിക്കുന്നത് ബറക്കത്ത് വിരോധികൾ തന്നെ അംഗീകരിക്കുന്ന ഹാഫിളു ദഹബിയും ഇബ്നു ജൗസിയും അടക്കമുള്ള ആളുകളാണ് എന്ന സംഭവങ്ങളെല്ലാം നാം അറിഞ്ഞു. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഹാന്മാരുടെ ആസാറുകൾ കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ടും ബറക്കത്തെടുത്ത മഹാന്മാരായ സ്വഹാബികൾ, താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുമാർ, ഫുഖഹാക്കൾ, ഔലിയാക്കൾ തുടങ്ങി ധാരാളം സംഭവങ്ങൾ അവരെല്ലാവരും ബറക്കത്തിനെ അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ശേഷം വരുന്ന തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബറക്കത്തെടുക്കൽ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രവൃത്തി അത് ലോക മുസ്ലിമീങ്ങൾ നിരാക്ഷേപം കൊണ്ട് നടന്നിരുന്ന, ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു പ്രവർത്തനമായിരുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.